ഖുർആൻ ഷരീഫിൽ നോക്ക് ആദം എന്ന് 25 സ്ഥലങ്ങളിൽ പറയുന്നു. ദുൽകിഫിൽ 2 ഇദ്രീസ് 2 പിന്നെ 43 സ്ഥലത്ത് നൂഹും തന്നെ. ഇല്യാസ് 2 സ്ഥലത്ത് പറയുന്നുണ്ട്. അതുപോലെ 2 സ്ഥലത്ത് അല്യസ ഉണ്ട്. ഇസ്ഹാക്ക് 17 ഉണ്ട്. സ്വാലിഹ് 9, ഹൂദ് 7, ഇബ്രാഹിം 69. ലൂത്ത് എന്ന പേരും വന്നത് 27. നാമം സുലൈമാൻ വന്നതും 17. എണ്ണത്തിൽ ഇസ്മായിൽ 12 ഉള്ളതാ. യാക്കൂബ് 16 എണ്ണവും കാണുന്നതാ. പറയുന്നു യൂസുഫ് എന്ന് 27. സക്കരിയ വിവിധ സ്ഥലങ്ങളിൽ 17. ശുഐബ് വന്നത് നോക്കണേ 11. അതുപോലെ യൂനുസ് എണ്ണവും 4. ഈസാ സുഹൃത്തെ വന്നത് 25. കാണാം നിനക്കത് പോലെ യഹ്യയും 5. മൂസ ഹബീബെ 136. ദാവൂദ് എണ്ണി നീ നോക്കിയാൽ 16. അയ്യൂബ് 4 സ്ഥലത്ത് കാണാനുണ്ട്. 20 സ്ഥലം നീ നോക്ക് ഹാറൂനുണ്ട്. ഒരൊറ്റ സ്ഥലത്ത് അഹമ്മദ് വന്നതാ. അതുപോലെ 4 മുഹമ്മദും കാണുന്നതാ. 34 സ്ഥലത്ത് മറിയം ഉള്ളതാ. അസ്ഹാബിമാരിൽ നിന്ന് സെയ്ദും വന്നതാ. ഇത് മുഅ്ജമുൽ ഖുർആനിലാ പറയുന്നത്. അതിനലിഫിയ വരെയാണ് നീ നോക്കേണ്ടത്. ജിബ്രീൽ ആദം നബി അവർക്ക് ഇറങ്ങുന്നതായി 12 വട്ടം സോദര പല തവണയായി. ഇദ്രീസ് നബിയിൽ 4 തവണയും പിന്നെ നബി നൂഹ് തങ്ങളിൽ വന്നത് 5 തന്നെ. ഖലീൽ ഇബ്രാഹിം തങ്ങളിൽ വന്നത് 42 കൃത്യമായി പറയുന്നത്. 400 മൂസ നബിയിലും ഇറങ്ങുന്നതായി. ഈസാ നബിക്ക് അവർ 10 വട്ടവും എത്തലായി. 24,000 തിരുനബി തങ്ങളിൽ ഇറങ്ങുന്നതായി. ആവശ്യവും പലതുണ്ടതിൽ. ജിബ്രീൽ എന്നത് സോദര സുരിയാനിയ അള്ളാൻ്റെ ദാസൻ എന്ന് അർത്ഥം തന്നെയാ. ഇതുപോലെ തന്നെ മജാലിസ് എന്ന കിതാബില പറയുന്നതും നീ നോക്കണേ 12. അമ്പിയാക്കളോടൊരുമിക്കുവാൻ തൗഫീഖ് അതിനുള്ള മാർഗവും റബ്ബന പഠിപ്പിച്ചുതാ. തിരുമുസ്തഫ നബിക്കും സഹാബത്താലിനും ഗുണം ചെയ്യണേ അതുപോലെ തന്നെ അത്ബായിലും.